20 ലക്ഷം രൂപയാണ് ബാദിക്ക ഹരീഷ് കണാറിന്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അങ്ങനെ 20 ലക്ഷം രൂപ ബാദിക്ക മേടിച്ചിട്ടുണ്ട്? ഞാൻ വാങ്ങിച്ചിട്ടില്ല. മരിച്ചുപോയ എൻ്റെ വാപ്പാനെ തെറി പറയുകയാണ്. എഴുന്നേക്കാൻ പോലും പറ്റാതെ, ഫുഡ് പോലും മറ്റേ ഭക്ഷണം കഴിക്കാതെ മൂക്കിൽ കൂടി ട്യൂബിട്ട് ഭക്ഷണം കഴിച്ച് വീട്ടിൽ കിടക്കുന്ന ഉമ്മാനെയാണ് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോൻ കോളേജിൽ പോയിട്ട് എത്ര ദിവസം എന്നറിയൂ? അന്ന് മുതൽ അവൻ കോളേജിൽ പോയിട്ടില്ല. കാര്യം ബാപ്പ കള്ളനായില്ലേ. എന്താണ് സത്യാവസ്ഥ എന്നാലും ചിന്തിക്കുന്നില്ലല്ലോ. ഗതികയോട് നിവൃത്തിയില്ലായിട്ടാണ് ഞാൻ ഇന്ന് തുറന്ന് പറച്ചിലിറങ്ങി, അല്ലെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. ഇദ്ദേഹത്തിനോട് ഞാൻ 20 ലക്ഷം രൂപ വെച്ചിട്ട് അദ്ദേഹം എനിക്ക് 10 ലക്ഷം രൂപയെ തന്നു. അതിന് ഒരു മാസം കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു 4 ലക്ഷം കൂടി തന്നു. ആ 4 ലക്ഷം രൂപ ഞാൻ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. 10 ലക്ഷം രൂപയെന്ന് അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ കൂടി പല പ്രാവശ്യം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം ഇന്നുവരെ എന്നോട് പൈസ ചോദിച്ചു. ഞാൻ 5 വർഷം ജോലി എടുത്തതിന് അദ്ദേഹം എനിക്ക് 1 രൂപ പോലും ശമ്പളം തന്നിട്ട്. ബാദിക്ക ആ ഒരു 7 ലക്ഷം രൂപ ബാദിക്കയുടെ ശമ്പളമായിട്ട് കൂട്ടി ശമ്പളമായിട്ട് ഞാൻ കണക്കാക്കിയെന്നല്ല. മറ്റവർ രണ്ടുപേരും അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹവും അത് വേണ്ടാന്ന് വെക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇദ്ദേഹം എന്നോട് ലാസ്റ്റ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് എനിക്ക് പൈസയൊന്നും ആവശ്യമില്ല, എനിക്ക് ഏതെങ്കിലും പടത്തിൽ അവസരം വാങ്ങിച്ചു തരുമെന്നേ എന്നോട് പുള്ളി പറഞ്ഞിട്ട്. 5 ലക്ഷം രൂപ ശമ്പളമുള്ളൂ, 15 രൂപയെങ്കിലും മിനിമം വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിന് ഒഴിവാക്കിയത്, അത് ഞാൻ ഒഴിവാക്കി. പിന്നീട് അദ്ദേഹം എന്നോട് പൈസ ചോദിച്ചിട്ടില്ല. ചോദിക്കാതെയാണ് പുള്ളി ഇങ്ങനെ ഒരു ആരോപണമായിട്ട് ഇറങ്ങി. അറ്റ്ലീസ്റ്റ് ഒരാൾക്കെതിരെ ആരോപണമായിട്ട് ഇറങ്ങുമ്പോൾ അയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. 20 ലക്ഷം രൂപ എന്നാണ് പറയുമ്പോൾ അത് ചെറിയ പൈസയല്ല. എനിക്ക് എത്ര തന്നെന്ന് അയാൾ ആദ്യം ചിന്തിച്ചിട്ട് വേണം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങി. അദ്ദേഹം പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഉല്ലാസ പൂത്തിരികൾ എന്ന് പറഞ്ഞ സിനിമ. ഞാൻ അഭിനയിച്ച പടമാണ്. ആ സിനിമയിൽ ഒരുപാട് പേർക്ക് ഇയാൾ കാശ് കൊടുക്കാനുണ്ട്. അവരാരെങ്കിലും സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ഓരോ ആർക്ക് ഇയാൾ അനുഭവിച്ചേക്കുന്ന ഓരോ ലൊക്കേഷനിലെ ഓരോ സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല. ബാദിക്കയുടെ മോള് ആളൊരു ലൈവ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വരുന്ന സൈബർ അറ്റാക്ക് അത് നിർത്തണം, ഞങ്ങളൊക്കെ ആക്രമിക്കരുതെന്ന് പറഞ്ഞിട്ട് അവളുടെ പേജിനിടയിൽ വന്ന തെറിക്ക് കൈയും കിടക്കില്ല. അവിടെ മനസ്സിൽ തോന്നുകയാണ് ബാപ്പി ആരെങ്കിലും വാങ്ങിച്ചിട്ടെങ്കിലും ബാപ്പി തിരിച്ചു കൊടുക്കും. കൂടുതലും ബാധിക്കുന്നത് ബാദിക്കയുടെ കുടുംബത്തിനാണോ? ഇപ്പോൾ ഒരാൾ ഈ അടുത്ത് ആത്മഹത്യ ചെയ്തില്ലേ, ദീപക്. ഈ സൈബർ ആക്രമണമല്ലേ അദ്ദേഹം. ചെറിയ ചില്ലറ ചീത്തയല്ലേ ഇതിനകത്ത് വരുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റൂല. ഇമോഷൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ എൻ്റെ ഒരു സിനിമ റിലീസ് അനൗൺസ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇതുമായിട്ട് അദ്ദേഹം വന്നേക്കുന്നത്. അതിനൊരു മാസം മുമ്പ് വരെയും ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞാനും അദ്ദേഹവും. ഓസ്ട്രേലിയയിലുള്ളപ്പോൾ പോലും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനമായിട്ട് വന്നതിൽ പിന്നിൽ ഇതൊക്കെ ഉണ്ടെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഞാൻ ഇൻഡസ്ട്രിയിൽ പഴയ ബാദുഷായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കും, ഇനിയും നിൽക്കും. ഇപ്പോഴല്ല ഇനിയും നിൽക്കും. മലയാളികൾക്ക് അത് വേണം.